ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചെറിയ കാര്യങ്ങളിലൂടെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവം എന്നതിനെ പറ്റിയാണ്. ചെറിയ കാര്യങ്ങൾ അവഗണിക്കരുതെന്നർത്ഥം. അതിലൂടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം ഒരു സംഭവം വിവരിക്കുന്നു. അവിടെ നാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണ്. ആ മനുഷ്യൻ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മിലിറ്ററി ക്യാപ്റ്റനായിരുന്നു, പട്ടാള ക്യാപ്റ്റനായിരുന്നു. ഏറ്റവും ഉന്നതമായ റാങ്ക് കിട്ടിയിരുന്ന മനുഷ്യനായിരുന്നു. രാജാവ് കഴിഞ്ഞാൽ ആ രാജ്യത്തെ അടുത്ത വ്യക്തിയായിരുന്നു. ഏറ്റവും ഉന്നതമായ ശമ്പളം പറ്റുന്ന വ്യക്തിയായിരുന്നു. എല്ലാവരും ബഹുമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഒരു വലിയ പദവി വഹിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ വചനം അവിടെ പറയുന്നു, എങ്കിലും അത് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, അവൻ കുഷ്ഠരോഗിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉന്നതമാണ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എങ്കിലും എന്ന് ചേർത്തിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുക, നാമാൻ കുഷ്ഠരോഗിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ കുഷ്ഠം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ പാപത്തിൻ്റെ അടയാളമാണ്. പഴയ നിയമം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ ഒരു നിഴലാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ പൊരുളാണ്. പഴയ നിയമത്തിൽ അടയാളങ്ങളായി കാണിച്ചിരുന്നതെല്ലാം, ഉദാഹരണം മന്ന പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയായിട്ട് മാറുകയാണ്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും. അതുപോലെ നമ്മൾ ചെങ്കടൽ പഴയ നിയമത്തിൽ കടക്കുന്നു എന്ന് വായിക്കുന്നില്ലേ, പുതിയ നിയമത്തിൽ അത് ജലസ്നാനമാണ്, വെള്ളത്തിലുള്ള ജ്ഞാനസ്നാനമാണ്. അതുപോലെ മേഘത്തിലൂടെ കടന്നു എന്ന് പറയത്തില്ലേ, അത് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ്, പരിശുദ്ധാത്മ അഭിഷേകത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിനും അർത്ഥമുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ കുഷ്ഠം എന്ന് പറഞ്ഞ അർത്ഥം, പുതിയ നിയമത്തിൽ അത് പാപമാണ്. അപ്പോൾ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും പദവികളും ഉന്നതമായ ശമ്പളവും ധനവും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നാമാൻ ഒരു കുറവുണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു, അത് കുഷ്ഠമായത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവ് പറയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിന് അയോഗ്യരായി. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്ന് വീണുപോയി ദൈവമഹത്വം നഷ്ടപ്പെട്ടവരായി തീർന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം പറയുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരു കളക്ടറായിരിക്കാം, ഒരുപാട് ഡിഗ്രികളുള്ള ഒരു ഡോക്ടറായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം, ഒരു വചനപ്രഘോഷകനായിരിക്കാം, ഒരു ഗായകനായിരിക്കാം, ഒരു ഓട്ടക്കാരനായിരിക്കാം, ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ, ഒരുപാട് ഗുണങ്ങളും വലിയ ശമ്പളമുള്ള വ്യക്തിയായിരിക്കാം, ലോകം ഒരുപാട് ആദരിക്കുന്നതായിരിക്കാം. പക്ഷെ ബൈബിൾ പറയാണ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കാത്മാവിൽ കുഷ്ഠമുണ്ട്, നിന്റെ ഉള്ളിൽ പാപമുണ്ട്. വചനം പറയാണ്, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ മഹത്വത്തിൽ നിന്ന് വീണുപോയി, ദൈവത്തിൻ്റെ ഗ്ലോറി അവർക്ക് നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ പ്രകാശ വലയം അവർക്ക് നഷ്ടപ്പെട്ടു. 51-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ മനുഷ്യരും പാപിയാണ് എന്ന് ബൈബിൾ പറയുന്നു. ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ചിലർക്ക് ഇത് കേൾക്കുന്നത് തന്നെ ഒരു അലർജിയാണ്. ഇങ്ങനെ പറയാതെ ബ്രദറെ, പേടിപ്പിക്കാതെ ബ്രദറെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്യാൻസർ ഉള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ എന്നിട്ട് നിനക്ക് ക്യാൻസർ ഒന്നുമില്ല, ഇത് ചെറിയൊരു പനിയാണ് കേട്ടോ, പാരസെറ്റമോൾ കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല രസമാണെങ്കിലും അവൻ്റെ ജീവിതം 2-3 ആഴ്ചയ്ക്കകം അവസാനിക്കും. എന്നാൽ അവനെ RCC പോകാൻ പറഞ്ഞാൽ അവന് ചിലപ്പോൾ ഒരു 10 കൊല്ലം കൂടെ ജീവിക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത്. ആൾക്കാർക്ക് എന്തു തോന്നുന്നു പറഞ്ഞിട്ട് നമ്മൾ കാര്യം പറയാതിരിക്കുകയാണ്. അത് പലപ്പോഴും അപകടമാണ് ചെയ്യുന്നത്. ഡയബറ്റീസ് ഉള്ള ഒരുത്തനോട് കരുണ കാണിച്ച് അവന് പഞ്ചസാര മുട്ടായി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഞാൻ കരുണ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അത് അവൻ്റെ ജീവിതത്തെ കൊന്നുകളയും. അവനോട് പറയണം, നിനക്ക് ഡയബറ്റീസ് ഉണ്ട്, നീ ഈ പഞ്ചസാര കഴിക്കാൻ പാടില്ല. ഇതുപോലെ കർത്താവ് നമ്മോട് പറയാണ്, നിന്റെ ആത്മാവിൽ പാപമുണ്ട്. ഇത് നമ്മളെല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്.
രണ്ടാമതായിട്ട് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ നാമാൻ എന്ന് പറയുന്ന സിറിയൻ മിലിറ്ററി ക്യാപ്റ്റൻ്റെ വീട്ടിൽ ഒരു വേലക്കാരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇസ്രായേൽ പെൺകുട്ടിയായിരുന്നു. അവൾ സത്യദൈവമായ യഹോവയെ ആരാധിച്ച പെൺകുട്ടിയായിരുന്നു. അവൾ ദൈവത്തിൻ്റെ പൊന്നുമകളായിരുന്നു. പക്ഷേ ഒരു യുദ്ധമുണ്ടായ സമയത്ത് സിറിയക്കാർ കടന്നു വന്ന് ഈ പെൺകുട്ടിയെ യുദ്ധ തടവുകാരിയായി പിടിച്ചുകൊണ്ടുപോയി നാമാൻ എന്ന് പറയുന്ന മിലിറ്ററി ക്യാപ്റ്റൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് നിർത്തിയിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ആർക്കായാലും പ്രിയപ്പെട്ടവർ എന്ത് സങ്കടം ഉണ്ടാവും. നിങ്ങളെ പിടിച്ചുകൊണ്ട് ശത്രുരാജ്യം പിടിച്ചുകൊണ്ട് പോയി അവിടെ ഒരു വീട്ടിൽ കൊണ്ട് വേലക്കാരാക്കി ഇട്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം ദേഷ്യമായിരിക്കും, എന്തുമാത്രം വെറുപ്പായിരിക്കും. നിങ്ങളുടെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ, നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ, സഹോദരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, ഇടവകയെക്കുറിച്ചുള്ള ഓർമ്മ. നമുക്കെന്നും വിഷമിക്കാനും കരയാനുമേ നേരമുള്ളൂ. സത്യത്തിൽ അവൾക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എങ്കിലും അവളെ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന മിലിറ്ററി ക്യാപ്റ്റനായ അവളുടെ യജമാനന് കുഷ്ഠരോഗമാണ് എന്നവൾ അറിഞ്ഞ സമയത്ത് അവൾക്ക് വലിയ മനസ്സലിവുണ്ടായി, അവൾക്ക് വലിയ അനുകമ്പയുണ്ടായി, അവൾക്ക് വലിയ വേദനയുണ്ടായി. ആ മനുഷ്യൻ്റെ വേദന അവൾ ഏറ്റെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അവൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എപ്പോഴെങ്കിലും തുണി അലക്കാൻ കൊടുക്കുന്ന സമയത്ത് ഇയാൾ എപ്പോഴും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഇയാളുടെ കുഷ്ഠരോഗത്തിൻ്റെ പാട് മറച്ചു വെച്ചിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. വസ്ത്രങ്ങൾ അണിഞ്ഞ് മറച്ചു വെച്ചു. നമുക്കിതുപോലെ നമ്മുടെ പാപത്തെ മറച്ചു വെക്കാനായിട്ട് സാധിക്കും. നല്ല നല്ല പെരുമാറ്റം, നല്ല നല്ല അഭിനയം, നല്ല നല്ല പുഞ്ചിരി, കഴുത്ത് ചരിച്ചുള്ള നടപ്പ്, കുനിഞ്ഞുള്ള നടപ്പ്, ഇങ്ങനെ പല അഭിനയങ്ങളും നമുക്ക് കാണിച്ച് നമുക്ക് നമ്മുടെ പാപത്തെ മറച്ചു വയ്ക്കാം. ചിലരാണ് നല്ല സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ ആസക്തിയെ മറച്ചു വയ്ക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ 10-50 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അവരുടെ ഉള്ളിൽ ആസക്തി ചിലർ മറയ്ക്കുന്നത്. നമുക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ അകത്തെ മറച്ചു പിടിക്കാം. പക്ഷെ അത് ഒരു ദിവസം പുറത്തു വരും. എനിക്ക് തോന്നുന്നത് എപ്പോഴോ ഇദ്ദേഹത്തിൻ്റെ കോട്ട് വല്ല എന്തെങ്കിലും കറിയോ എന്തെങ്കിലും കറയോ വീണിട്ട് അത് അഴുക്കായ സമയത്ത് ഇയാൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഈ ഉടുപ്പൂരി വേലക്കാരിയോട് കൊടുത്തിട്ട് പറഞ്ഞു, എടി നീ ഇതുകൊണ്ട് കഴുകിക്കൊണ്ടുപോയി, ഇതിൽ കറ പറ്റും. ഇയാൾ ഈ ഉടുപ്പ് മാറ്റിയ സമയത്ത് ഇവൾ ഈ മനുഷ്യൻ്റെ നെഞ്ചത്ത് പാട് കണ്ടു. അവൾക്ക് മനസ്സിലായി യജമാനന് കുഷ്ഠരോഗമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു ഞാനായിരുന്നെ സന്തോഷിച്ച് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നെ തടവുകാരനായിട്ട് പിടിച്ചോണ്ട് പോവാ, തനിക്ക് പണി കിട്ടണോടോ? ഇടോ, ദൈവമകനായി എന്നെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ജോണിനെ പിടിച്ചാൽ നീ വിവരം അറിയും. നിനക്ക് കുഷ്ഠം കിട്ടി, ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിച്ചോടാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാലും ദൈവമേ നീ ഇത്ര പെട്ടെന്ന് അവനിട്ടൊരു പണി കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തുള്ളിച്ചാടിയനെ. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ നിന്നും എന്തുമാത്രം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും മനോഭാവത്തിൽ നിന്നും വ്യത്യാസമായിരുന്നു വേലക്കാരി പെൺകുട്ടിയുടെ മനസ്സ്. അവളുടെ ഹൃദയം വേദനിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അവൾക്ക് വേദനയുണ്ടായി, അവൾക്ക് മനസ്സലിവുണ്ടായി. മത്തായി സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനം, യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിൽ നമ്മുടെ പൊന്നു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുവിനെന്ന്. ഈ വചനമാണ് അവൾ ചെയ്യുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10, 11, 12 നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ വ്യക്തമായിട്ട് കാണാം, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ അവന് പാനീയം കുടിക്കാൻ കൊടുക്കുക, ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. ഇത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പൗലോസ്ലീഹ കടമെടുക്കുകയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീ അവൻ്റെ ശിരസിൽ മാനസാന്തരത്തിൻ്റെ തീക്കനലുകൾ കൂട്ടുമെന്നാണ്. നമ്മൾ ശത്രുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ, ശത്രുവിന് കുടിക്കാൻ കൊടുക്കുമ്പോൾ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ എന്ന് എഴുതിയിരിക്കുന്നത് മാനസാന്തരത്തിൻ്റെ തീക്കനലാണ്. അവളുടെ ശത്രുവിനെ സ്നേഹിച്ചു. തന്നെ അടിമയായി പിടിച്ചുകൊണ്ടുവന്ന മനുഷ്യനെ വെറുക്കുന്നതിന് പകരം അവൾ സ്നേഹിച്ചു. ആ മനുഷ്യന് സൗഖ്യം കിട്ടാൻ അവൾ ആഗ്രഹിച്ചു. എത്ര വലിയ മാതൃകയാണ് ഈ വേലക്കാരി പെൺകുട്ടി എനിക്ക് നിങ്ങൾക്കും തരുന്നത്. ശ്രദ്ധിച്ചു നോക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തീർന്നില്ല, അവൾക്ക് അവളുടെ ദൈവം ആരാന്നറിയാമായിരുന്നു. വേലക്കാരി ആയിരുന്ന സമയത്തും തന്നെ ഈ കൊട്ടാരത്തിലേക്ക് അടിമയായി ദൈവം അയച്ചതിന് പിന്നിൽ ഒരു പദ്ധതി ഉണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അവൾക്ക് ദൈവത്തിൻ്റെ വചനം അറിയാമായിരുന്നു. അവൾ വിശ്വസിച്ചു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാവശ്യം തരുന്ന പദ്ധതി. അതവൾ കണ്ണുമടച്ച് വിശ്വസിച്ചു. പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, ഇപ്രാവശ്യത്തെ എൻട്രൻസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിനക്ക് MBBSന് അഡ്മിഷൻ കിട്ടിയില്ലേ? നീ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നീ വിശ്വസിക്കണം, ഈ പരാജയത്തിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അങ്ങനെ നീ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൾ ആ വീട്ടിൽ ഒറ്റ
ഒറ്റയ്ക്ക് അടിമയായി വേല ചെയ്യുമ്പോഴും അവൾ വിശ്വസിച്ചു, ദൈവത്തിന് എന്നെക്കുറിച്ച് ഈ കൊട്ടാരത്തിൽ ഒരു പദ്ധതിയുണ്ട്. ഈ പട്ടാള ക്യാപ്റ്റന്റെ വീട്ടിൽ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്തോ ഒരു പ്ലാനുണ്ട്. ഈ വിജാതീയനായ പട്ടാളക്കാരൻ ഒരുപക്ഷെ യഹോവയായ ദൈവത്തെ അറിയാൻ പോകുന്നത് വേലക്കാരിയായ എന്നിലൂടെ ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ പറ്റുമോ? തകർച്ചയിലൂടെ പോകുന്ന സമയത്ത് ദൈവത്തിന് എന്നെക്കുറിച്ച് ഇവിടെ ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാണ് വലിയ വിശ്വാസം. അവൾ വിശ്വസിച്ചു. ഞാൻ ഒന്നുകൂടെ ഭാവന കാണുകയാണ്. ഇവളെ സിറിയയിലേക്ക് പട്ടാളക്കാർ ചങ്ങല വെച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇസ്രായേലിൽ ബാക്കി ഉണ്ടായിരുന്ന കുറേ വല്യമ്മച്ചിമാർ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു കാണും, അയ്യോ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു, നല്ലൊരു കരിസ്മാറ്റിക് ആയിരുന്നു, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു, ഒത്തിരി ധ്യാനം കൂടുന്ന കൊച്ചായിരുന്നു, ദൈവമേ അതിനെ ദൈവം കൈവിട്ട് കളഞ്ഞല്ലോ, അതിനതാ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു, കയ്യിൽ ചങ്ങല, കാലിൽ ചങ്ങല. ദൈവം ഇത്ര ദുഷ്ടനാണോ എന്നൊക്കെ ഒരുപാട് പേര് ദൈവത്തെ ചോദ്യം ചെയ്ത് കാണും. പക്ഷേ സ്വർഗത്തിലെ പിതാവ് സ്വർഗത്തിരുന്ന് പുഞ്ചിരിച്ച് കാണും. ദൈവം ഗബ്രിയേലിനോട് പറഞ്ഞു കാണും, ഗബ്രിയേലെ നീ അത് കണ്ടോ, എൻ്റെ പൊന്നു മോളെയാണ് അവന്മാര് അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത്. അവന്മാർ പിടിച്ചുകൊണ്ട് പോകുന്ന ഞാൻ അനുവദിച്ചിരിക്കുക. എന്താ കാര്യമെന്നറിയാമോ? എൻ്റെ മഹത്വം ഞാൻ അവളിലൂടെ വെളിപ്പെടുത്തും. അവൾ എൻ്റെ ഉപകരണമാണ്, അവൾ എൻ്റെ അഭിഷേകം നിറഞ്ഞവളാണ്, അവൾ എൻ്റെ പൊന്നുമോളാണ്. ദൈവത്തെ അറിയാത്ത ആ രാജ്യത്തിന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം എൻ്റെ പൊന്നുമോളാണ്. അവളെ ഇപ്പോൾ സഹനത്തിലൂടെ ഞാൻ കടത്തിവിട്ടാലും അവളിലൂടെ ഞാൻ മഹത്വപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പലപ്പോഴും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ സമയത്ത് ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവം മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൾക്ക് അവളുടെ ദൈവത്തെ അറിയാമായിരുന്നു. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, മോശയുടെ ദൈവം, കൈ നീട്ടിയപ്പോൾ ചെങ്കടലിൽ റോഡ് വെട്ടിയ ദൈവം, കരമുയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ ജെറിക്കോടെ കോട്ടയെ ഇടിച്ച് നിലം പരിശാക്കിയ ദൈവം, ഈ വലിയവനായ ദൈവത്തെ അവൾക്ക് അറിയാമായിരുന്നു. അവൾ ഓടി യജമാനന്റെ ഭാര്യയെടുക്ക് ചെന്നിട്ടു, യജമാനത്തെ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു, യജമാനത്തിയെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ യജമാനനെ ഇസ്രായേലിലെ അഭിഷേകം നിറഞ്ഞ പ്രവാചകന്റെ പക്കലേക്ക്, എലീഷ പ്രവാചകന്റെ പക്കൽ അയച്ചാൽ നമ്മുടെ യജമാനന്റെ കുഷ്ഠം മാറും. എൻ്റെ ദൈവം ശക്തനാണ് യജമാനത്തിയെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും ഞാൻ ഓർക്കാറുണ്ട്, ഇവൾക്ക് എവിടെ നിന്നാ ഇത്ര ധൈര്യം? മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും ഇതൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിന് പിതാവെ ഞാനങ്ങ് സ്തുതിക്കുന്നു. എനിക്കാണ് സത്യമായിട്ടും പേടിയായിരുന്നെ. കാരണം ഇസ്രായേലിലെ ദൈവം സത്യദൈവമാണെന്നും അവിടെ ചെന്നാൽ നിനക്ക് അത്ഭുതം കിട്ടുമെന്നും പറഞ്ഞാൽ ചിലപ്പോൾ തലവെട്ടിക്കൊണ്ട് പോകുമായിരിക്കും, ചിലപ്പോൾ ഒരു അടിയായിരിക്കും കർണക്കുറ്റിക്ക് കിട്ടുന്നത്. എന്തുപാടി നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കണം. പക്ഷെ അവളതൊന്നും ചെയ്തില്ല. അവൾ അവളുടെ ദൈവത്തെ ഏറ്റുപറഞ്ഞു. യേശു പറയുന്നുണ്ട്, ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗത്തിലെ പിതാവിൻ്റെ മുമ്പിലും ദൂതന്മാരുടെ മുൻപിലും ഞാനും ഏറ്റുപറയും. എന്നെ ഏറ്റുപറയാൻ മടിക്കുന്നവനെ ഞാനും തള്ളിപ്പറയും. ചിലർക്കൊക്കെ ഇന്ന് യേശു എന്ന് പറയാൻ മടിയാണ്. യേശു എന്നുള്ള നാമം പറയാൻ ചിലർക്കൊക്കെ മടിയാണ്. മാമോദീസ മുങ്ങിയവരാണ്, പക്ഷെ അതിനു പകരം ദൈവം ദൈവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും ഒന്നും തോന്നരുതല്ലോ. യേശു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേദനിച്ചാലോ? പ്രിയപ്പെട്ട മോനെ, നിനക്ക് കിട്ടിയിരിക്കുന്നത് ഭാഗ്യമാണ്. ദൈവം രക്ഷകനെ അയച്ച ആ രക്ഷ അറിയാൻ നിനക്ക് ഭാഗ്യം കിട്ടി. നീ യേശുവിൻ്റെ നാമം ഏറ്റു പറഞ്ഞാൽ നീ ലജ്ജിക്കരുത്. അത് ഏറ്റവും മനോഹരമായ നാമമാണ്. ആ വേലക്കാരി പെൺകുട്ടി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിന് യജമാനനെ സുഖപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവൾ അവളുടെ ശുശ്രൂഷ നിർവഹിച്ചു. ആ കൊട്ടാരത്തിൽ അവൾ ഒരു ശുശ്രൂഷ നിർവഹിച്ചു. അതിന് കാരണം എന്താണെന്നറിയാമോ? അവൾക്ക് സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് പലരും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നെ ദൈവം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ലോകത്തോട് സ്നേഹമുണ്ടോ? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും മാത്രമേ ഉള്ളൂ സ്നേഹം? ചിലർ പ്രാർത്ഥിക്കുന്നിങ്ങനെ, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ, എൻ്റെ മരുമക്കളെ അനുഗ്രഹിക്കണേ, എൻ്റെ 2 പട്ടിയെ അനുഗ്രഹിക്കണേ. തീർന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രാർത്ഥനയുമില്ല. നമ്മൾ ഈ മതൽക്കെട്ടിൻ്റെ അകത്ത് ഒതുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ എങ്ങനെ ദൈവം ഉപയോഗിക്കുന്നത്? നമുക്ക് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ട് പോകുന്ന ജനത്തെക്കുറിച്ച് കണ്ണുനീര് വരണം. പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഓർത്ത് കരയാൻ പറ്റണം. സ്നേഹമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റൂ. അവളുടെ യജമാനന് കുഷ്ഠം വന്ന് കേട്ടപ്പം കൈയടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ദൈവത്തിന് അവളെ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവൾക്ക് സ്നേഹം വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, പറ്റിയ മോള് തന്നെ അവൾക്ക് സ്നേഹമുണ്ട്. അവൾ ഓടിച്ചെന്ന്
ദൈവത്തെ ഏറ്റുപറഞ്ഞു, ദൈവത്തെ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചൊരു മനുഷ്യൻ അത് ലോകത്തോട് വിളിച്ചു പറയാതെ കയ്യിൽ ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്താണ് ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്? ചാതിയൻ, ദുഷ്ടൻ, കൊലയാളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്തൊരു ക്രൂരതയായിരിക്കും അല്ലേ? ഇതുപോലെയാണ് ഏതു പാപിക്കും സ്വർഗത്ത് പോകാനുള്ള കുറുക്കു വഴിയാണ് യേശു ക്രിസ്തു. ഏതു കൊടും പാപിക്കും സ്വർഗം കിട്ടാനുള്ള ദൈവത്തിൻ്റെ മരുന്നാണ് യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ വഴിയാണ് യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ വാതിലാണ് യേശു ക്രിസ്തു. നമ്മളത് മറച്ചു വയ്ക്കുന്നത് കൊലച്ചതിയാന്ന് തന്നെ ഞാൻ പറയും. സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, നമ്മൾ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറയുക. തള്ളിക്കളയുന്നവർ തള്ളിക്കറയട്ടെ, പുച്ഛിക്കുന്നവർ പുച്ഛിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നമ്മളെ അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ, അതും നമുക്ക് പ്രശ്നമല്ല. നമ്മൾ യേശുവിൻ്റെ നാമം ഏറ്റു പറയണം. യജമാനത്തി ഭർത്താവിനോട് കാര്യം പറഞ്ഞു, ദേ നിങ്ങൾ അറിഞ്ഞ നമ്മുടെ വേലക്കാരി പെണ്ണുണ്ടല്ലോ, അവൾ പറയുന്നു നിങ്ങളുടെ കുഷ്ഠം മാറുമെന്ന്. ആ മനുഷ്യന് ആദ്യം വിശ്വസിക്കാൻ പറ്റി കാണത്തില്ല. കാര്യം അന്ന് കുഷ്ഠരോഗത്തിന് മരുന്നില്ല. എങ്കിലും ഭാര്യ പറഞ്ഞു, അവൾ നല്ല കുട്ടിയാ കേട്ടോ, നിങ്ങളൊന്ന് പോയാൽ നല്ലതായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ വേലക്കാരി പെൺകുട്ടിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഏലീഷ പ്രവാചകന്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ ചില സമയത്തെങ്കിലും ഇത് ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല, ചില അൽമായ സഹോദരങ്ങൾ വചനം പറയുമ്പോൾ കേൾക്കാൻ വന്നിരിക്കുന്ന ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, അവൻ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്? അവന് MA ഉണ്ടോ? അവന് PhD ഉണ്ടോ? അവന് MBBS ഉണ്ടോ? അവന് BTech ഉണ്ടോ? അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ? അവൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ 10-ാം ക്ലാസ്സുകാരൻ്റെ ആവശ്യമില്ല. 2-ാം ക്ലാസ് പാസ്സായവന് 1-ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ പറ്റത്തില്ലേ? നമ്മളെന്തിനാണ് ഈ വാശി പിടിക്കുന്നത് 1-ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ MA കാരൻ വേണമെന്ന്? യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ MA പാസ്സാകേണ്ട കാര്യമൊന്നുമില്ല, PhD എടുക്കേണ്ട കാര്യമില്ല, ഡോക്ടറേറ്റ് ഉണ്ടാകേണ്ട കാര്യമില്ല. 1-ാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ 1-ാം ക്ലാസ് പാസ്സായവനെ കൊണ്ടുപോലും പറ്റും, 2-ാം ക്ലാസ്സുകാരനെ കൊണ്ട് പറ്റും. നമ്മളിങ്ങനെ വാശി പിടിക്കരുത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, ആരെങ്കിലും വചനം പറയാൻ പോകുമ്പം അവൻ്റെ വിദ്യാഭ്യാസം എന്താണെന്നാണ് നോക്കുന്നത്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന അഭിഷേകം, അവനിൽ നിന്ന് വരുന്ന ജ്ഞാനം, അവൻ്റെ എളിമ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. ചിലപ്പോൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായിരിക്കും, പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. നമ്മൾ വിദ്യാഭ്യാസത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ നാമാനിൽ കണ്ട വലിയൊരു ഗുണം ഇതാണ്. ആ വേലക്കാരി പെൺകുട്ടി പറഞ്ഞപ്പോൾ അവൻ അഹങ്കരിച്ച് ഞെളിഞ്ഞു നിൽക്കുന്നതിന് പകരം അവൻ ആ വേലക്കാരി പെൺകുട്ടി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ വലിയ ഓഫീസറാണെന്നൊന്നും ഒരു അഹങ്കാരഭാവം കാണിക്കാതെ അവനൊരു വണ്ടിയിൽ കയറി ആ പെൺകുട്ടിയുടെ വാക്ക് കേട്ട് അവൻ ഏലീഷ പ്രവാചകനെ തേടി വരികയാണ്. പക്ഷെ ഇവിടെ ഒരു രസമുണ്ട്. ഏലീഷ പ്രവാചകനെ കാണാൻ വരുമ്പോൾ നാമാൻ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഞാൻ വലിയ പട്ടാള ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഏലീഷ പ്രവാചകൻ ഇപ്പൊ തൻ്റെ ഭവനത്തിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങി വരികയും എന്നെ മുട്ടുകുത്തി നിർത്തി എൻ്റെ തലയിലോട്ട് 2 കൈയും കൂടെ വെച്ചിട്ട് ഹിം ഹും യേശുവിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ രോഗം മാറട്ടെ എന്ന് കമാൻഡ് ചെയ്യും, കൽപ്പിക്കും. അതോടെ എൻ്റെ കുഷ്ഠരോഗം മാറും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത്. ശ്രദ്ധിക്കണം, ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ദൈവത്തോട് പറഞ്ഞു കൊടുക്കാൻ ഞാനും നിങ്ങളും ആരുമല്ല. അത് ദൈവത്തിൻ്റെ പരമാധികാരമാണ്, സോവറിറ്റിയാണ്. എങ്ങനെ തീരുമാനിക്കണം? ഒരിക്കലൊരു അന്ധനെ കണ്ടപ്പോൾ ഈശോ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി കണ്ണി പുരട്ടിയിട്ട് പറഞ്ഞു, നീ സുഖം പ്രാപിക്കുക. വേറൊരിക്കൽ ബർത്തമ്യൂസിനെ കണ്ടപ്പോൾ ചെളിയുമില്ല, തുപ്പലുമില്ല, ഒന്നുമില്ല, ഒറ്റ വചനം, സുഖം പ്രാപിക്കുക. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവർ തമ്മിൽ വഴിക്ക് വെച്ച് കണ്ടുമുട്ടുന്ന രംഗമാണ്. ഈ ബർത്തമ്യൂസും ഈ തുപ്പൽ വെച്ച് സൗഖ്യം കിട്ടിയ ആളും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വഴിക്ക് വെച്ച് കണ്ടുമുട്ടുമ്പോൾ ബർത്തമ്യൂസ് പറയാം, നിനക്കൊരു കാര്യം അറിയാവോ, യേശു ഈ അന്ധന്മാരെ സുഖപ്പെടുത്തും. മറ്റവൻ പറഞ്ഞു, എനിക്കും അറിയാം. എങ്ങനെയാണെന്നറിയാമോ? തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി കണ്ണുകളിൽ പുരട്ടും. മറ്റവൻ പറഞ്ഞു. ഉടനെ ബർത്തിമസ് പറഞ്ഞു, തുപ്പലോ ചെളിയോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റ വചനം പറഞ്ഞാൽ മതി, തുപ്പലിന് ചെളിയുടെ ആവശ്യമില്ല. മറ്റവൻ വിട്ടുകൊടുക്കുവോ? അവൻ പറഞ്ഞേ, വചനം കൊണ്ടൊന്നും അങ്ങനെ കണ്ണുറക്കത്തൊന്നുമില്ല, അത് വേറെ വല്ല രോഗസൗഖ്യമാവും. തുപ്പലും വേണം, ചെളിയും വേണം. പ്രിയപ്പെട്ടവർ, ഇതാ നമ്മുടെ കുഴപ്പം. നമ്മൾ ചില കാര്യങ്ങളും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. നാമാന് പറ്റിയ അബദ്ധം അതാണ്. ദൈവം ഇങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല പ്രവർത്തിക്കുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8-ാം തിരുവചനം, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികൾ പോലെയല്ല. ആകാശം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഉയർന്നിരിക്കുന്നു, അത്രമാത്രം ഉന്നതമാണ് എൻ്റെ ചിന്തകൾ എൻ്റെ വഴികളും. ദൈവമക്കളെ, ഈ വചനം നമ്മൾ എന്നാ മനസ്സിലാക്കുന്നത്? എൻ്റെ വഴികൾ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതല്ല മക്കളെ എന്ന് കർത്താവ് പറയാം. ഏലീഷ പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? പരിശുദ്ധാത്മാവ് കൊടുത്ത സന്ദേശപ്രകാരം അകത്തിരുന്നിട്ട് ഒരു ഒറ്റ അടിയടിച്ചു. നീ പോകുന്ന വഴിക്ക് ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി പൊങ്ങുക. ചരിത്രവും ബൈബിളും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും,
ജോർദാൻ നദി എന്ന് പറയുന്നത് ഏറ്റവും അഴുക്ക് നിറഞ്ഞ വൃത്തികെട്ട വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ്. ശുദ്ധജലമൊന്നുമല്ല. ജോർദാനിൽ ഒരുപാട് മാലിന്യമൊക്കെ ഉള്ള നദിയാണ്. ശരിക്കും എനിക്ക് തോന്നി നാമാന്റെ കൺട്രോൾ പോയി. രണ്ട് കാരണമാണ്. ഒന്ന്, പ്രവാചകൻ തൻ്റെ കുടിലിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് പുറത്തോട്ട് വന്ന് മുഖം പോലും കാണിച്ചില്ല. രണ്ട്, മുട്ടുകുത്തി നിർത്തി കൈയും വെച്ചില്ല, എണ്ണ പൂശി പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച വസ്തുക്കളൊന്നും കൊടുത്തു വിട്ടില്ല. അകത്തിരുന്നുകൊണ്ട് ഒരു ഒറ്റയടി, നീ പോകുന്ന വഴിക്ക് നീ പോയി വെള്ളത്തിൽ പോയി മുങ്ങി 7 പ്രാവശ്യം പൊങ്ങുക, നിനക്ക് സൗഖ്യം കിട്ടും. ഇയാളുടെ കൺട്രോൾ പോയിട്ട് ഇയാൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇയാൾ ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, എൻ്റെ നാടായ സിറിയയിൽ നല്ല നദികൾ ഇല്ലാഞ്ഞിട്ടാണോ ഈ ചെളിവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങാൻ പറഞ്ഞത്? ഇയാൾക്ക് എന്തിൻ്റെ സൂക്കേടാണ്? ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഇയാൾക്ക് എന്തിൻ്റെ രോഗമാണ്? എന്നെ കൊണ്ടെങ്ങും മുങ്ങാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇയാൾ മുങ്ങാതെ പോകുന്ന സമയത്ത് ഇയാളുടെ കൂടെ ചില വേലക്കാരുണ്ട് കേട്ടോ. ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് കേട്ടോ. ഇത് എല്ലായിടത്തും ഇത് കാണാൻ പറ്റുന്നുണ്ട്. ചില പാവപ്പെട്ട മനുഷ്യർ, അവരാണ് ദൈവത്തെ കാണുന്നത്. അവർ ഇയാളോട് പറഞ്ഞു, സാറിനോട് പ്രവാചകൻ വലിയൊരു കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ സാർ ചെയ്യത്തില്ലായിരുന്നു. ഈ നദിയിൽ പോയി മുങ്ങാൻ പറഞ്ഞ ഒരു കൊച്ചു കാര്യം പറഞ്ഞപ്പോൾ സാർ ഇത്ര ദേഷ്യപ്പെടുന്ന എന്തിനാ? വലിയ കാര്യമാണ് സാർ, ചെയ്യത്തില്ലായിരുന്നു. എൻ്റെ പൊന്നു സാറേ, അതൊന്ന് ചെയ്തുകൂടെ? കൊച്ചു കാര്യമല്ലേ. ഈ വേലക്കാർക്ക് കാര്യം പിടികിട്ടി. അതാണ് ദൈവം. ദൈവം എപ്പോഴും ഇങ്ങനത്തെ പാവപ്പെട്ട മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ ഓർക്കാറുണ്ട്, അമേരിക്കയിലെ വലിയ സമ്പന്നരുടെ ഇടയിലാണ് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ഉണ്ടായത്. പക്ഷേ ലോകത്തിൽ ഇത് ഏറ്റവും ശക്തമായിട്ട് കത്തിപ്പടർന്നത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടെന്ന് പറയുന്ന സ്ഥലത്തെ പാവപ്പെട്ട കൃഷിക്കാർ, പലരും 4ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പാവപ്പെട്ട കൃഷിക്കാർ, അവർക്ക് ദൈവം ദർശനം കൊടുത്തു, അവർക്ക് ദൈവം പ്രവചനം കൊടുത്തു. അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തികൾ ഉണ്ടായി. 1980കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കൂട്ടത്തിൽ ജോസ് കാപ്പച്ചേട്ടനെ പോലത്തെ ആൾക്കാരുണ്ടായിരുന്നു. സാധാരണക്കാരായ മനുഷ്യരിലൂടെ പരിശുദ്ധാത്മാവ് തന്നെ ലോകത്തിന് വെളിപ്പെടുത്തി, ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തി. കേരളത്തിൽ സഭയിൽ അഗ്നി കത്തിപ്പടർന്നു പാവപ്പെട്ട മനുഷ്യരിലൂടെ. ബുദ്ധിമാന്മാർ പലരും ഇത് ഭ്രാന്താണെന്ന് പറഞ്ഞ സമയത്ത് പാവപ്പെട്ട മനുഷ്യർ 2 കൈ നീട്ടിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ വരിക വരിക വരിക. പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് ഞാനടക്കമുള്ളവർ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് യേശുവിനെ അറിയാനിടയായത് സാധാരണക്കാരായ മനുഷ്യർ ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിഞ്ഞപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരായ മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്, പുച്ഛിക്കരുത്. അവരിലൂടെ ദൈവം സംസാരിക്കും. നാമാൻ വീണ്ടും എളിമപ്പെട്ടു. അദ്ദേഹം നേരെ ചെന്ന് ഈ ജലത്തിൽ, ജോർദാനിലെ ജലത്തിൽ മുങ്ങി. 1, 2, 3, 4, 5, 6 ഒന്നും സംഭവിച്ചില്ല. നാമാൻ ഉള്ളിൽ തോന്നിക്കാണും, ദൈവമേ അല്പം കുറയുമെന്നാണ് വിചാരിച്ചത്. ഒന്നും കുറഞ്ഞിട്ടില്ല, അവിടെ തന്നെയുണ്ട്. എന്നാൽ 7ാമത്തെ പ്രാവശ്യം അദ്ദേഹം പൊങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. തൻ്റെ ശരീരത്തിലെ തൊലി ഒരു ശിശുവിൻ്റെ തൊലി പോലെ മനോഹരമായ സൗന്ദര്യമുള്ള മൃദുവായ ചർമ്മമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഒരു അത്ഭുതം അവിടെ സംഭവിച്ച് കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, 6ാമത്തെ പ്രാവശ്യം മുങ്ങിയപ്പോഴും സംഭവിച്ചില്ല, 7ാമത്തെ തവണ അത് സംഭവിച്ചു. ഇതാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ 90% ചെയ്തിട്ട് അത്ഭുതം വേണോ എന്ന് പറയരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് മുഴുവൻ നമ്മൾ ചെയ്തു കൊടുക്കണം. അതാ കാനായിലെ കല്യാണ വീട്ടിൽ വീണ്ടും വേലക്കാർ കണ്ടോ. അവിടെയും മുതലാളിമാരും സമ്പന്നരും അല്ല ദൈവത്തെ മനസ്സിലാക്കിയത്, സാധാരണക്കാരാണ്, വീട്ടുവേലക്കാരാണ്. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് പറഞ്ഞ ഉടനെ പാവപ്പെട്ട മനുഷ്യർ വക്കുവരെ നിറച്ചു കൊടുത്തു. അവിടെ ദൈവം ഒട്ടനെ അത്ഭുതം ചെയ്യാൻ. ഇതാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ബുദ്ധി കൊണ്ട് അളക്കാതെ ദൈവത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ ഈ സമയത്ത് സ്തുതിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സ് ദൈവിക കാര്യങ്ങളിൽ ഒന്ന് അടിയറ വയ്ക്കട്ടെ. 1 കൊറിന്ത്യർ 1-ാം അധ്യായത്തിൽ ഒരുപാട് വചനങ്ങൾ, 18 തൊട്ടുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ക്രൂശിൻ്റെ വചനം ലോകത്തിലെ മനുഷ്യർക്ക്, കുരിശിൻ്റെ വചനം പോഷത്വമാണ്. എന്നാൽ ദൈവമക്കളായ നമുക്ക് അത് വിജ്ഞാനത്തിൻ്റെ വചനമാണ്. പിന്നീട് അങ്ങോട്ട് വായിക്കും നമുക്ക് കാണാം, ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമല്ലയോ. പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ ലോകത്തിൻ്റെ വിജ്ഞാനം നിമിത്തം ദൈവത്തെ അറിയാൻ സാധ്യമല്ല എന്ന് ദൈവം പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ വിജ്ഞാനം നിമിത്തം ആർക്കും ദൈവത്തെ അറിയാൻ പറ്റുന്നില്ല. പകരം പോഷന്മാർക്കാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, സഭയിൽ നന്നായിട്ട് ദർശനങ്ങൾ പ്രവചനങ്ങളൊക്കെ ഉള്ളത് സാധാരണ മനുഷ്യർക്കാണ്. ബുദ്ധി അടിയറ വച്ച് കർത്താവിന് മുമ്പിൽ വട്ടനായി പൊട്ടനായി കഴുതിയായി മാറാൻ നിൽക്കുന്നവർക്കാണ് സ്വർഗം തുറക്കുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ കാണുന്നത്. ജോൺ മരിയ വ്യാനി എന്ന് പറയുന്ന വൈദികൻ ഒരു പൊട്ടനായിരുന്നു പ്രിയപ്പെട്ടവരെ, ഒന്നിനും കൊള്ളാത്ത ഒരു സാധാരണക്കാരായിരുന്നു. ആ മനുഷ്യരെ ദൈവം എടുത്തുയർത്തി അഭിഷേകം ചെയ്തു. നമ്മളിത് മനസ്സിലാക്കണം. ദൈവം ഒരു ചെളിവെള്ളത്തിൽ പോയി മുങ്ങാൻ പറയുമ്പോൾ ചോദ്യം ചെയ്യരുത്, ബുദ്ധി കൊണ്ട് അളക്കരുത്, ഡോക്ടറേറ്റ് PhD ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആ ചെളിവെള്ളത്തിൽ മുങ്ങി പൊങ്ങണം. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, നമ്മൾ അത്ഭുതം കാണും. നിങ്ങളുടെ വീട്ടിലെ വേദനയിൽ,
ദൈവം പറയുന്ന ഈ കുഞ്ഞു കാര്യത്തെ നിങ്ങൾ അവഗണിക്കരുത്. ഒരു കൊച്ചു കാര്യമായിരിക്കാം ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങളതനുസരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, നാമാനെ ദൈവത്തിലേക്ക് നയിച്ച വേലക്കാരി പെൺകുട്ടിയെ പോലെ ശത്രുക്കളെ സ്നേഹിക്കുവാനും അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാനും ഉള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. അവളുടെ ദൗത്യം പൂർത്തിയാക്കി. ഞാൻ ഓർക്കുകയാണ്, നാമാൻ തിരിച്ച് കൊട്ടാരത്തിൽ ചെന്നിട്ട് അവളെ എന്തുമാത്രം പുകഴ്ത്തിക്കാണും. അവൾക്ക് വലിയ പ്രൊമോഷൻ കൊടുത്തു കാണും. അവൾക്ക് ഒരുപാട് സമ്പത്ത്, സമ്മാനങ്ങൾ, വസ്ത്രങ്ങൾ. അവളെ വേലക്കാരി എന്നുള്ള സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ തലത്തിലേക്ക്, ആ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന തലത്തിലേക്ക് അദ്ദേഹം മാറ്റിക്കാണും. കാരണം അവൾ വഴിയാണ് ആ മനുഷ്യൻ ദൈവത്തിൻ്റെ മഹത്വം കിട്ടിയത്. ദൈവമേ, ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി.